السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. സന്തോഷമുള്ള സമാധാനമുള്ള ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ കഴിയുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ഭാര്യ ഭർത്താവിനെ അറിഞ്ഞു ജീവിക്കണം. ഭർത്താവ് ഭാര്യയെയും അറിഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണങ്ങൾ ചെയ്ത് സ്നേഹത്തോടെ വർത്തിക്കുമ്പോൾ മാത്രമാണ് സന്തോഷമുള്ളൊരു കുടുംബജീവിതം ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിർവഹിക്കേണ്ടുന്ന ധാരാളം ബാധ്യതകൾ വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് ഓരോ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മേൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഭർത്താവിന് ഭാര്യ ചെയ്തു കൊടുക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാര്യ ഭർത്താവിനെ അനുസരണയുള്ളവളാവുക എന്നുള്ളത്. അവൻ്റെ സമ്മതപ്രകാരമല്ലാതെ ശരീഅത്തിനെതിരായ ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളതും ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നാണ്. ശരീഅത്തിനെതിരെ ദീനിനെതിരെ ഭർത്താവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന് അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇസ്ലാം നമ്മോട് പറയുന്നില്ല. ഫർളായ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതമാണെന്ന് ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നില്ല. മറിച്ച് സുന്നത്തായ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ അദ്ദേഹത്തിന് സമ്മതം പ്രത്യേകം വാങ്ങുക എന്നുള്ളത് ഭാര്യയുടെ കടമയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭർത്താവ് തൻ്റെ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കെ ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുമതി തേടിയാൽ അത് അവളുടെ സ്വന്തം ആങ്ങളയാവട്ടെ അതല്ലെങ്കിൽ ഉപ്പയാവട്ടെ ആരാണെങ്കിലും, ഒരാണാവട്ടെ പെണ്ണാവട്ടെ ഏത് ആളാണെങ്കിലും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവർക്ക് വീട്ടിലേക്ക് കയറി വരാനുള്ള സമ്മതം നൽകാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ തസ്മിൽ മർഅതു വബഅലുഹാ ഷാഹിദുൻ ഫീ ബൈത്തിഹി. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ അദ്ദേഹത്തിന് സമ്മതമില്ലാതെ സുന്നത്തായ നോമ്പുകൾ അവൾ അനുഷ്ഠിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ ഹനിക്കലാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയാണ്. വലാ തഅ്ദൻ ഫീ ബൈത്തിഹി വഹുവ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. അതുപോലെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരിക്കെ വീട്ടിലുണ്ടായിരിക്കെ അദ്ദേഹത്തിന് സമ്മതപ്രകാരമല്ലാതെ ഒരാൾക്കും അദ്ദേഹത്തിന് തൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ സമ്മതം കൊടുക്കാൻ പാടില്ല എന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭർത്താവിൻ്റെ ധനത്തിൽ നിന്ന് സദഖ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന് സമ്മതം വാങ്ങിയിരിക്കണം, അല്ലാതെ ചെയ്യുക എന്നുള്ളത് അനുവദനീയമല്ല. ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ ഭാര്യ ഭർത്താവിന് മുമ്പ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. മൊത്തത്തിൽ ശരീഅത്തിനെതിരാവാത്ത ഏതൊരു വിഷയങ്ങളിലും ഭർത്താവിന് സമ്മതം തേടുക എന്നുള്ളത് അവൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ഉപ്പയെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ തന്നെയും ഭർത്താവിനോട് സമ്മതം ചോദിച്ചുകൊണ്ടായിരിക്കണം അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടത്. സമ്മതമില്ല എങ്കിൽ അവൾക്ക് അതിന് അനുവദനീയമില്ല എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു തആല സന്തോഷമുള്ള റാഹത്തുള്ളൊരു കുടുംബജീവിതം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.